ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു മൈ ചാനൽ. ഇതൊരു മഴയൊക്കെയുള്ള വൈകുന്നേര കാഴ്ചകളാണ്. ഇന്നലത്തെ ദിവസമാണ് കേട്ടോ ഇത്. എൻ്റെ എല്ലാ വൈകുന്നേരവും സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലൊരു ഗ്ലാസ് ചൂട് ചായ കുടിച്ചിട്ടാണ്. എന്നെപ്പോലെ ചായ നിർബന്ധമുള്ള എത്ര പേരുണ്ട്? എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രാവിലെയും ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് തന്നെയാണ് എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരവും ഞാനൊരു ചായ ഇടാറുണ്ട്. ഒരു 4 മണിക്ക് മുമ്പ് തന്നെ ഞാൻ മസ്റ്റായിട്ട് ചായ ഇട്ട് കുടിക്കാറുണ്ട്. ഇത് മോൻ സ്കൂളിൽ നിന്ന് വന്ന ശേഷമുള്ള കാര്യമാണ് കേട്ടോ. മോൻ സ്കൂളിൽ നിന്ന് 3:30 വന്നായിരുന്നു. മഴയായതുകൊണ്ട് സ്കൂളിൽ നേരത്തെ വിട്ടായിരുന്നു. 3:30 വന്നായിരുന്നു. വന്ന ശേഷം കുളിപ്പിച്ച് ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. ഞാൻ ചായയും കപ്പലണ്ടിയാണ് കഴിച്ചത്. അവർ ചായയും റസ്ക്കും കേട്ടോ കഴിച്ചത്. അതിനൊക്കെ ശേഷം മോൻ ട്യൂഷന് പോയായിരുന്നു. പിന്നെ ഈവനിങ് കുറച്ച് പഴുത്ത ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അതെന്തോ ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ വിചാരിച്ചു എന്നാൽ പഴംപൊരിയാക്കാമെന്ന്. കറുത്ത ഏത്തപ്പഴം കൊടുത്താൽ 2 മക്കളും കഴിക്കില്ല കേട്ടോ, അതിൽ പുഴുണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ വിചാരിച്ച് കുറച്ച് പഴംപൊരി ഉണ്ടാക്കിയാൽ അതങ്ങ് കഴിക്കുമല്ലോ എന്ന് കരുതി. അങ്ങനെ കുറച്ച് നല്ല ചൂട് പഴംപൊരി ഉണ്ടാക്കി. നല്ല പഴുത്ത പഴം വെച്ച് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിരുന്നു. അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു കഴിക്കാൻ. അങ്ങനെ പഴംപൊരിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് മോൻ്റെ സ്കൂളിലെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും പിന്നെ വൈകുന്നേരം ചായ ഇട്ട കുറച്ച് പാത്രങ്ങളും അതുപോലെ തന്നെ പഴംപൊരി ഉണ്ടാക്കിയ കുറച്ച് പാത്രങ്ങളും ഇതൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത പണിയാണ് പാത്രം കഴുകുന്നതും തുണി കഴുകുന്നതും. ഈ 2 പരിപാടി എനിക്കിഷ്ടമല്ല. എൻ്റെ കല്യാണത്തിന് മുമ്പ് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പണി 1 പാത്രം കഴുകുന്നതും 2 തുണി അലക്കുന്നതുമാണ് കേട്ടോ. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ പിന്നെയും ചെയ്യും. എനിക്ക് അടുക്കാനും പറക്കാനും ഒതുക്കാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ പാത്രം കഴുകുന്നത് പോലെയും തുണി കഴുകുന്നത് പോലെയും എനിക്ക് ദേഷ്യമുള്ളൊരു കാര്യം വേറെ ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് തൂക്കാനൊക്കെ തുടങ്ങി. വീടിനകമൊക്കെ തൂക്കാൻ തുടങ്ങി. ഞാൻ എല്ലാ ദിവസവും 2 നേരം തൂക്കാറുണ്ട്. പക്ഷേ 1 കൂടുമ്പോഴാണ് കേട്ടോ തുടയ്ക്കാറുള്ളത്. ഇന്ന് തുടച്ചാൽ നാളെ തുടയ്ക്കത്തില്ല, പിന്നെ മറ്റന്നാൾ തുടയ്ക്കും. അങ്ങനെയാണ് കേട്ടോ തുടയ്ക്കാറ്. ഡെയിലി തുടയ്ക്കാറില്ല. എന്തായാലും ഇന്നലെ ഞാൻ തുടച്ചായിരുന്നു. വീട്ടിനകം ഫുള്ളും തുടച്ചായിരുന്നു കേട്ടോ. ഉണങ്ങാൻ ഭയങ്കര പാടാണ്. കാര്യം പുറത്ത് ഇങ്ങനെ ചാറ്റൽ മഴ ഇങ്ങനെ പൊടിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഉണങ്ങാൻ നല്ല പാടാണ്. എന്നാലും ഞാൻ തുടച്ചിട്ടു. ഈ 2 ചെറിയ പിള്ളേരുണ്ട്. എന്തെങ്കിലും കഴിക്കുന്ന എന്തെങ്കിലും സാധനമായാലും റസ്ക് ആയാലും ബിസ്ക്കറ്റ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടെന്ന് പൊടിച്ച് അവിടെ കിടും. അതിനുശേഷം ഞാൻ കുളിച്ചതിന് ശേഷം ഞാൻ വിളക്ക് നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു. എനിക്ക് പൂജാമുറിയില്ല കേട്ടോ. പിന്നെ എനിക്ക് അകത്ത് എൻ്റെ ഹോളിൽ കത്തിക്കാനുള്ള സ്ഥലവും ഇല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ സിറ്റ് ഔട്ടിൽ ഇതുപോലെ ഒരു സ്റ്റാൻഡ് പോലെ ഇങ്ങനെ അടിച്ച് ഇവിടെയാണ് കേട്ടോ വിളക്ക് കത്തിക്കുന്നത്. വിളക്ക് കത്തിച്ചിട്ട് ഞാനൊരു സാമ്പ്രാണിയുടെ സ്റ്റിക്കും കൂടെ കത്തിച്ച് വെച്ചു കേട്ടോ. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് നല്ല മണമാണ്, കൊതുകൊക്കെ പോകാൻ നല്ലതാണ്. അത് കത്തിച്ച് വെച്ചു. പിന്നെ ഞാൻ ഈശോയുടെ ഫോട്ടോയിൽ ലൈറ്റും കൂടി ഇട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ശുഭദിനം.